ഹലോ, ഇന്നത്തെ വീഡിയോ റീച്ചിങ് ദ ഏജ് ഓഫ് അഡോളസൻസ്. കുട്ടിക്കാലത്ത് നിന്ന് മുതിർന്ന ഒരാളിലേക്കുള്ള വളർച്ചയുടെ ഘട്ടത്തിൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട് അല്ലേ? ഈ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നും നമുക്ക് ഈ ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അഡോളസൻസ് എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ശരീരം പ്രത്യുൽപാദന ശേഷി കൈവരിക്കാൻ പാകത്തിന് വളരുന്ന ആ കാലഘട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് പറയാ, അഡോളസൻസ് എന്ന് വിളിക്കുക. എന്താണ്? നമ്മുടെ ശരീരം റീപ്രൊഡക്ഷന് തയ്യാറാവുന്ന ആ പാകത്തിന് ആ കാലഘട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് പറയാ, അഡോളസൻസ് എന്ന് പറയാം. ഇത് സാധാരണയായിട്ട് 11 വയസ്സിൽ തുടങ്ങി 18 അല്ലെങ്കിൽ 19 വയസ്സ് വരെയാണ് ഈ കാലഘട്ടം നീണ്ടു നിൽക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തെ നമുക്ക് അതുകൊണ്ട് തന്നെ എന്തെന്ന് പറയാം, ടീനേജേഴ്സ് എന്നും വിളിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ കുട്ടിക്കാലത്തിനും യൗവനത്തിനും ഇടയിലുള്ള ഒരു പാലം പോലെയാണ് ഈ കാലഘട്ടം. ദ പീരീഡ് ഓഫ് ലൈഫ് വെൻ ദ ബോഡി അണ്ടർഗോസ് ചേഞ്ചസ് ലീഡിംഗ് ടു റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി ഈസ് കോൾഡ് അഡോളസൻസ്. അഡോളസൻസ് എന്ന് പറഞ്ഞ ഏജ് എത്ര വയസ്സ് തൊട്ടാ? 11 വയസ്സ് തൊട്ട് 18 അല്ലെങ്കിൽ 19 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് പറയാം, അഡോളസൻസ് എന്ന് പറയാം. മലയാളത്തിൽ കൗമാരം എന്ന് പറയും. അതെ, ഈ പ്രായത്തിൽ തന്നെ നമുക്ക് മറ്റൊരു പേരിൽ പറയാം. എന്താ? ടീനേജേഴ്സ് എന്നും അഡോളസൻസിനെ പറയും. നമ്മൾ പറഞ്ഞു, അഡോളസൻസ് കാലഘട്ടത്തിൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഈ ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുക, പ്യൂബർട്ടി എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എന്ത് സംഭവിക്കും, പ്രത്യുൽപാദന ശേഷി കൈവരിക്കും, അതായത് റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി കൈവരിക്കും എന്നുള്ളതാണ്. നമ്മുടെ ശരീരം പൂർണ്ണമായിട്ട് വളർച്ചയിൽ എത്തുന്നതോടെ ഈ പ്യൂബർട്ടി ഘട്ടം എന്ത് ചെയ്യും, അവസാനിക്കും. The human body undergoes several changes during adolescence. These changes mark the one set of puberty. The most important change which mark puberty is that boy and girl become capable of reproduction. Puberty ends when an adolescent reach reproductive maturity. മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞു? അഡോളസൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഒരു വളർച്ചയുടെ കാലഘട്ടമാണ്. ആ ഒരു കാലഘട്ടത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോൾ തൊട്ടാണ് അഡോളസൻസ്? 11 വയസ്സിൽ തൊട്ട് തുടങ്ങിയിട്ട് 18-19 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് പറയാം, അഡോളസൻസ് എന്ന് പറയാം. ഈ ടൈമിൽ നമ്മൾക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. അതിൽ ശാരീരികമായിട്ടുണ്ടാകുന്ന മാറ്റങ്ങളെയാണ് എന്തെന്ന് പറയാം, പ്യൂബർട്ടി എന്ന് പറയുന്നത്. പ്യൂബർട്ടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് എന്താണ്? ബോയ്സും ഗേൾസും എന്താവും, കേപ്പബിളാവും. എന്തിന്? റീപ്രൊഡക്ഷന് വേണ്ടി കേപ്പബിളാവും. പ്യൂബർട്ടി അവസാനിക്കുന്നത് എപ്പോഴാണ്? അഡോളസൻസ് റീച്ചസ് റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി. നമ്മൾ റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി ആവുന്നതോടുകൂടി പ്യൂബർട്ടി അവസാനിക്കും. മനസ്സിലായില്ലേ? ഇനി അടുത്ത സ്ലൈഡ്. ഇനി പറയാൻ പോകുന്നത് ചേഞ്ചസ് അറ്റ് പ്യൂബർട്ടി. പ്യൂബർട്ടിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നതെന്നാണ്. നമ്മുടെ ശാരീരികമായ വളർച്ചയാണല്ലോ പ്യൂബർട്ടി എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെ മാറ്റങ്ങളാണെന്നാണ് നോക്കണേ. ഇൻക്രീസ് ഇൻ ഹൈറ്റ്. ഹൈറ്റ് എന്ത് ചെയ്യും? ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും ഹൈറ്റ് ഷൂട്ടപ്പായിട്ട് പെട്ടെന്ന് അങ്ങോട്ട് അവർ വളരും. പിന്നെ ചേഞ്ച് ഇൻ ബോഡി ഷേപ്പ്. ബോയ്സിൻ്റെ ആയാലും ഗേൾസിൻ്റെ ആയാലും എന്ത് ചെയ്യും, നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അവരുടെ ബോഡി ഷേപ്പ് മാറും. ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും ബോഡിയെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് തന്നെ മാറും. ഷോൾഡറിൻ്റെ അവിടെ ബോയ്സിൻ്റെ ആണെങ്കിൽ ഷോൾഡറിൻ്റെ അവിടെ എന്ത് ചെയ്യും, അവരുടെ ഷോൾഡർ വൈഡനാവും. അവരുടെ പിന്നെ ഗേൾസിൻ്റെ ബ്രസ്റ്റ് സൈസ് അല്ലെങ്കിൽ അവരുടെ വേസ്റ്റ് സൈസൊക്കെ ഇൻക്രീസ് ചെയ്യും. പിന്നെ വോയിസ് ചേഞ്ച്. പിന്നെ അടുത്തത് മൂന്നാമത്തെയാണ് നമ്മൾ എന്ത് പറയണം, വോയിസ് ചേഞ്ച്. പ്യൂബർട്ടി ടൈമിൽ വോയിസ് ബോക്സ് അഥവാ ലാരിങ്സ് എന്ത് ചെയ്യും, ബിഗൻസ് ടു ഗ്രോ. ദ ബോയ്സ് ഡെവലപ്പ് ലാർജ് വോയിസ് ബോക്സ് കമ്പാരിറ്റീവ്ലി ഗേൾസിനേക്കാളും എന്തായിരിക്കും, വോയിസ് ബോക്സ് ബോയ്സിൻ്റെ ഇച്ചിരി വലുതായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ തൊണ്ടര ഭാഗത്ത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് വിസിബിളായിട്ട് കാണാൻ പറ്റും. അത് പുറത്തേക്ക് കുറച്ചിങ്ങനെ തള്ളി നിൽക്കും. അപ്പം നമുക്ക് അത് വിസിബിളായിട്ട് കാണാൻ സാധിക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, ആദംസ് ആപ്പിൾ എന്ന് പറയാം. ഇത് 1 മാർക്കിൻ്റെ ആയിട്ടായാലും ക്വസ്റ്റ്യൻ ചോദിക്കൂട്ടോ. എന്താണ് ആദംസ് ആപ്പിൾ? At puberty, the voice box or larynx begins to grow. Boys develop large voice boxes. The growing voice box in boys can be seen as a protruding part of the throat called Adam's apple. ചിത്രത്തിൽ നോക്കിയേ, കണ്ട ഈ പടത്തിൽ കാണുന്നുണ്ട് അല്ലേ, കുരക്കിൻ്റെ ഈ ഭാഗത്ത് ത്രോട്ടിൻ്റെ അവിടെ എന്താണ്, കുറച്ച് ഒരു മുഴ പോലെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നില്ലേ, അത് ആ വോയിസ് ബോക്സ് എന്താ ഇതാണ്, ഗ്രോ ചെയ്താണ് പുറത്തേക്ക്. അത് ഇച്ചിരി വലുതായപ്പോൾ അതെന്തായി പുറത്തേക്ക് നമുക്ക് തള്ളി നിന്ന് കാണാൻ സാധിക്കും.
ഗേൾസിൻ്റെ വോയിസ് എന്തായിരിക്കും ഈ ടൈമിൽ? നല്ല സ്വീറ്റ് വോയിസ് ആവും അല്ലേ. ബോയ്സിൻ്റെയോ കുറച്ച് ഹാർഡാവും, ഒരു ഇച്ചിരി നല്ല പൗരുഷമുള്ള ശബ്ദമൊക്കെ ആയി മാറും ആൺകുട്ടികളുടെ. ഇനി അടുത്തത് ഡെവലപ്മെൻറ്റ് ഓഫ് സെക്സ് ഓർഗൻസ്. നാലാമത്തെ എന്ത് മാറ്റാണ്ടാണ്? ഡെവലപ്മെൻറ്റ് ഓഫ് സെക്സ് ഓർഗൻസ്. ദ ടെസ്റ്റിസ് ബിഗൻസ് ടു പ്രൊഡ്യൂസ് സ്പേംസ് അല്ലെ, റീപ്രൊഡക്ഷന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. അപ്പോൾ മെയിൽ ഓർഗനായ ടെസ്റ്റിസ് എന്ത് ചെയ്യും? സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യും. ഗേൾസിൻ്റെയോ ഓവറീസ് റിലീസിങ് മെച്യൂർ എഗ്സ് അല്ലേ. ഈ ഒരു ടൈമിലാണ് എന്ത് മെൻസ്ട്രേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗേൾസിൽ. പിന്നെ റീച്ചിങ് മെൻ്റൽ ആൻഡ് ഇൻ്റലക്ച്വൽ ഇമോഷണൽ മെച്യൂരിറ്റി. ഈ ഒരു സമയത്ത്, അതായത് അഡോളസൻസ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും? റീച്ചിങ് മെൻ്റൽ ഇൻ്റലക്ച്വൽ ആൻഡ് ഇമോഷണൽ മെച്യൂരിറ്റി. നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും അല്ലേ, ശരിയും തെറ്റും ശരിക്കും തിരിച്ചറിയാനായിട്ട് സാധിക്കും. നമുക്ക് ഡിസിഷൻസൊക്കെ, അതായത് വലിയ വലിയ ഡിസിഷൻസ് അല്ല എങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. കുട്ടികൾ പക്വതയായി തുടങ്ങി എന്നൊക്കെ പറയും അല്ലേ നമ്മ. അതായത് കുട്ടിക്കാലത്ത് ഒരു 2-3 വയസ്സുള്ളപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾ ഓരോന്ന് പറഞ്ഞ് പറ്റിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ, കളിപ്പിക്കാനൊക്കെ കണ്ടിട്ടില്ലേ? അതുപോലെ നമ്മളെ ഇനി ഒരു അഡോളസൻസ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ പരുവത്ത് നിങ്ങൾ അതുപോലെ പറഞ്ഞ് പറ്റിക്കാൻ പറ്റും. നിങ്ങൾക്കറിയാമല്ലോ ഇതെന്നെ പറ്റിക്കാനാണ്, അത് നോണ പറയാനാണ്. ആ ഒരു മെച്യൂരിറ്റിയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ ശരീരത്തിൽ ഈ സമയത്ത് എന്താണ്, ഒരുപാട് ഹോർമോൺസ് പലതും സെക്രീഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായൊരു സ്ട്രെസ്നെസ്, ഇന്ന് വരെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാത്ത പല ഹോർമോൺസും സെക്രീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരം ഇതുണ്ടാവും, സ്ട്രെസ്, ഒരു നമുക്കൊരു ചേഞ്ചസ്, നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ആ ചേഞ്ചസ്, അതൊക്കെ നമുക്കൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ചില കുട്ടികളിൽ ഉണ്ടാവും. അങ്ങനത്തെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ എന്താണ്, നോർമലായിട്ടുള്ളതാണ്, എല്ലാവരിലും നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അതുപോലെ ഇൻക്രീസ്ഡ് ആക്ടിവിറ്റി ഓഫ് സ്വെറ്റ് ഗ്ലാൻഡ് ആൻഡ് സെബേഷ്യസ് ഗ്ലാൻഡ്. എന്താണ് സ്വെറ്റ് ചെയ്യണത്? എന്താണ്, വേർക്കുക അല്ലേ. സെബേഷ്യസ് ഗ്ലാൻഡിൻ്റെ മറ്റൊരു പേരാണ് ഓയിൽ ഗ്ലാൻഡ്. ആ ഒരു അഡോളസൻസ് സ്റ്റേജിലേക്ക് കടന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ പ്യൂബർട്ടി ആയി തുടങ്ങുമ്പോൾ തന്നെ ചിലർ മുഖത്തൊക്കെ നിറച്ചും കുരുക്കളായിരിക്കും അല്ലേ. എന്തുകൊണ്ടാണ്? ഈ സെബേഷ്യസ് ഗ്ലാൻഡ്, ഈ ഓയിൽ ഗ്ലാൻഡ് എന്ത് ചെയ്യണം, ഓയിൽ സെക്രീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ മുഖത്തൊക്കെ എന്ത് വരുന്നത്, ഈ പിമ്പിൾസ് ചിലർക്ക് കൂടുതലായിട്ട് വരും അല്ലേ. അതുകൊണ്ടാണ് നമ്മുടെ മുഖത്തൊക്കെ പിമ്പിൾസ് വരുന്നത്. പിന്നെ ഇമോഷണൽ മെച്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കുഞ്ഞി വാവയൊക്കെ ഇരിക്കുമ്പോൾ കരയണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഇപ്പോൾ കല്യാണത്തിന് പോയോടത്താ അല്ലെങ്കിൽ ആൾക്കാർ കൂടിക്കണോടത്താ അങ്ങനത്തെ ഒരു ചിന്തയൊന്നും ഉണ്ടായില്ല. എവിടെയാണെന്ന് വെച്ചാൽ അവിടെ വെച്ച് കരയും അല്ലേ. അയ്യോ മറ്റുള്ളവർ ഞാൻ കരയുന്ന കണ്ട എന്ത് വിചാരിക്കും, നാണക്കേട്, അങ്ങനത്തെ ഒരു ചിന്തകളൊന്നും കുഞ്ഞു വാവകളെ വരില്ല. പക്ഷേ നമ്മളങ്ങനെയാണോ? നമ്മൾ അഡോളസൻസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കതറിയാം അല്ലേ, നമ്മുടെ ഇമോഷൻസൊക്കെ കൺട്രോൾ ചെയ്യും. നമ്മൾ എന്താ പറയുക, ദേഷ്യം, സങ്കടം, നമ്മുടേതായ ആ ഇമോഷൻസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാനുള്ളൊരു പവർ നമുക്ക് കിട്ടും. അതുപോലെ ഇൻ്റലക്ച്വൽ മെച്യൂരിറ്റി ആൻഡ് മെൻ്റൽ ആൻഡ് ഇൻ്റലക്ച്വൽ മെച്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ടൈമിൽ നമുക്ക് ലേണിംഗ് കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ എന്തായിരിക്കും, കൂടുതലായിരിക്കും. നമുക്ക് കാര്യങ്ങളെല്ലാം തിരിച്ചറിയാനുള്ള കഴിവുണ്ടായിരിക്കും. അതുപോലെ നമ്മൾ എന്തായിരിക്കും, സെൽഫ് കോൺഷ്യസ് ആയിരിക്കും അല്ലേ. നമ്മുടെ ബാഡ് ടച്ച് അല്ലെങ്കിൽ നമുക്ക് പല കാര്യങ്ങളെക്കുറിച്ചും നല്ല വ്യക്തമായ ധാരണകൾ തന്നെ ഈ ഒരു സമയത്ത് ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ എന്താണ്, നമ്മുടേതായ പല കാര്യങ്ങളും, അതായത് കുളിക്കുക അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും നമ്മൾ സ്വന്തമായിട്ട് ചെയ്തു തുടങ്ങും. ഭക്ഷണമൊക്കെ വാരിത്തരുമായിരിക്കും. ഇപ്പോഴും വാരിക്കൊടുക്കണവരുണ്ട്. എത്ര വലുതായാലും അമ്മമാരും മക്കൾക്ക് ഭക്ഷണം വാരിക്കൊടുക്കും. അങ്ങനെയല്ല, അതല്ലെങ്കിലും മറ്റു ഒരുപാട് കാര്യങ്ങൾ അല്ലെ. കുഞ്ഞായിരുന്നപ്പോൾ A to Z കാര്യങ്ങൾ നമുക്ക് ആരായിരിക്കും ചെയ്തു തന്നിട്ടുണ്ടാവുക? അമ്മയോ അല്ലെങ്കിൽ നമ്മുടെ പേരൻസൊക്കെ ആയിരിക്കും അല്ലെ. അല്ലെങ്കിൽ നമ്മളെ വളർത്തുന്നത് ആരാണോ, നമ്മുടെ ഗാർഡിയൻ ആരാണോ അവരായിരിക്കും ചെയ്തു തരാം. പക്ഷെ ഒരു അഡോളസൻസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് നല്ല നീറ്റായിട്ടൊക്കെ കുളിക്കാൻ, ഡ്രസ്സ് ചെയ്യാൻ, മുടി കെട്ടാൻ, മേക്കപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് സ്വന്തമായിട്ട് തന്നെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അതായത് നമ്മൾ എന്തായിരിക്കും, ഇൻഡിപെൻഡൻ്റ് ആയി തുടങ്ങിയിട്ടുണ്ടായിരിക്കും അല്ലേ. പല കാര്യങ്ങളിലും നമ്മൾ എന്താണ്, ഇൻഡിപെൻഡൻ്റ് ആയി തുടങ്ങിയിട്ടുണ്ടായിരിക്കും, സെൽഫ് കോൺഷ്യസ് ആയി തുടങ്ങിയിട്ടുണ്ടായിരിക്കും. പിന്നെ തന്നെ നമുക്ക് ഇമോഷണൽ ആയിട്ടുള്ള കൺട്രോൾ കാര്യങ്ങളെല്ലാം കിട്ടിയിരിക്കും. പിന്നെ നമുക്ക് ലേണിംഗ് കപ്പാസിറ്റി ഈ ടൈമിൽ ഭയങ്കര കൂടുതലായിരിക്കും. എന്ത് കാര്യം കേട്ടാലും കുട്ടികളെക്കാളും നമുക്ക് എന്തായിരിക്കും, തിരിച്ചറിവ് കൂടിയിട്ടുണ്ടായിരിക്കും. The brain has the greatest capacity for learning. എന്തൊട്ടൊന്ന് പറഞ്ഞു നോക്കാം. The period of life when the body undergoes changes leading to reproductive maturity is called adolescence. അഡോളസൻസിൻ്റെ ഏജ് എപ്പോൾ തൊട്ടാ തുടങ്ങുന്നത്? 11 വയസ്സ് തൊട്ട് 18 to 19 വയസ്സിലാണ് അത് അവസാനിക്കുന്നത്. പ്യൂബർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സമയത്തെ ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, പ്യൂബർട്ടി എന്ന് പറയുന്നത്. പ്യൂബർട്ടി ചേഞ്ചസ് ഏതൊക്കെയാണുള്ളത്? ഇൻക്രീസ് ഇൻ ഹൈറ്റ്, ചേഞ്ച് ഇൻ ബോഡി ഷേപ്പ്, വോയിസ് ചേഞ്ചിലാണ് എന്ത് പറയേണ്ടത് നമ്മൾ മറക്കരുത്, ആദംസ് ആപ്പിൾ.
പിന്നെ ഇൻക്രീസ് ആക്ടിവിറ്റി ഓഫ് സ്വെറ്റ് ആൻഡ് സെബേഷ്യസ് ഗ്ലാൻഡ്, ഡെവലപ്മെൻറ്റ് ഓഫ് സെക്സ് ഓർഗൻസ്, റീച്ചിങ് മെൻ്റൽ, ഇൻ്റലക്ച്വൽ ആൻഡ് ഇമോഷണൽ മെച്യൂരിറ്റി. അടുത്തത് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്. എന്താണ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് എന്നാണ് പറയാൻ പോണത്. അതായത് ബോയ്സിൻ്റെ ആണെങ്കിലും ഗേൾസിൻ്റെ ആണെങ്കിലും ബോഡി എന്താണ് റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി കൈവരിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് എന്ത് സംഭവിക്കും? അവരുടെ ഗ്യാമേറ്റ്സ് അല്ലെ, മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ്സുകൾ റിലീസ് ചെയ്യും. ഏതാണ് മെയിൽ ഗ്യാമേറ്റ്? സ്പേം ആണ്. ഫീമെയിൽ ഗ്യാമേറ്റ് ഓവ. ഇത് റിലീസ് ചെയ്യും. അതുപോലെ ഗേൾസിൽ എന്ത് സംഭവിക്കും? ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യും. ആ പ്യൂബർട്ടി ടൈമിൽ ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ആൺകുട്ടികളിലാണെങ്കിൽ മുഖത്ത്, താടി, നെഞ്ചത്ത് രോമങ്ങൾ, പിന്നെ അണ്ടർആംസിലൊക്കെ ഹെയർ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യും. നമുക്കൊരു ആൺകുട്ടിയെയും പെൺകുട്ടിയെയും കണ്ടാൽ വ്യക്തമായിട്ട് തന്നെ തിരിച്ചറിയാൻ സാധിക്കും, ഇത് ആൺകുട്ടിയാണെന്നും ഇത് പെൺകുട്ടിയാണെന്നും. അതായത് നമുക്ക് ആ ഫീച്ചേഴ്സുകളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ആൺകുട്ടിയെയും പെൺകുട്ടിയെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും. ഈ സമയത്താണ് ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഈ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ട് ഒരുപാട് ഹോർമോൺസ് ഇതിനെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ത് ചെയ്യും? കുറച്ച് സ്റ്റിമുലേഷൻസ് കൊടുക്കും. എവിടേക്ക്? മെയിലിലാണെങ്കിൽ ടെസ്റ്റിസിലും ഫീമെയിലാണെങ്കിൽ ഓവറീസിലും എന്തുണ്ടാവും? സ്റ്റിമുലേഷൻ ഉണ്ടാക്കും. ഈ ഒരു സെക്രീഷൻ നടത്തിയിട്ടാണ്, ഒരു ഹോർമോൺ സെക്രീറ്റ് ചെയ്തിട്ട്, അതായത് LH ആൻഡ് FSH എന്ന് പറഞ്ഞ ഹോർമോൺസ് ആണ്. അത് സെക്രീറ്റ് ചെയ്തിട്ട് മെയിലിലാണെങ്കിൽ ടെസ്റ്റിസിലും ഫീമെയിലാണെങ്കിൽ ഓവറിയിലും എന്തുണ്ടാവും? സ്റ്റിമുലേഷൻ ഉണ്ടാവും. അപ്പം മെയിൽ ടെസ്റ്റിസ് എന്ത് ചെയ്യും? ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞ ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യും. അതായത് മെയിൽ ഹോർമോണാണ് എന്ത്? ടെസ്റ്റോസ്റ്റിറോൺ. ഫീമെയിൽ ഹോർമോണാണ് ഈസ്ട്രജൻ. അപ്പോൾ ഓവറി ഫീമെയിൽ ഹോർമോണായ ഈസ്ട്രജനെയും ടെസ്റ്റിസ് മെയിൽ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണെയും പ്രൊഡ്യൂസ് ചെയ്യും. ആരെ കൺട്രോൾ കൊണ്ട്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സ് ആണ് ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. മെയിലിൽ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞാൽ മെയിൽ ഹോർമോണാണ് സ്പേമിൻ്റെ പ്രൊഡക്ഷനും ഹെയർ ഗ്രോത്തിനൊക്കെ സഹായിക്കുന്നത്. അതുപോലെ ഫീമെയിലിലെ ഈസ്ട്രജൻ എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ഹോർമോണാണ് ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റിനും, അതായത് പ്യൂബർട്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി, ഫസ്റ്റ് മെനിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഹോർമോണാണ് ഏത്? ഈസ്ട്രജൻ എന്ന് പറഞ്ഞ ഹോർമോൺ. മിൽക്ക് സെക്രീറ്റിംഗ് ഗ്ലാൻഡ്സ് ഓർ മാമറി ഗ്ലാൻഡ്സ് ഡെവലപ്പ് ഇൻസൈഡ് ദ ബ്രസ്റ്റ്. ഇപ്പം നമ്മൾ പഠിച്ചത് എന്താണ്? സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറാണ്. സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ മെയിലിനെയും ഫീമെയിലിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്റ്റിങ്വിഷ് ചെയ്ത് കാണാൻ പറ്റും. അതായത് ആ സമയത്ത് അവരുടെ ഹെയർ ഗ്രോത്തുകളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. ആൺകുട്ടികൾക്ക് എങ്ങനെയാണ്? മീശ, താടി, നെഞ്ചത്തൊക്കെ ഹെയർസ് ഉണ്ടാവും, അണ്ടർ ആംസിലൊക്കെ ഹെയർ ഗ്രോത്ത് ഉണ്ടായിരിക്കും. അതുപോലെ ഗേൾസിൽ എന്താണ്? ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ്സ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ഇതിനെല്ലാം സഹായിക്കുന്ന ഹോർമോണാണ് ഏത്? ഹോർമോൺസ്, മെയിൽ ഹോർമോണുണ്ട്, ഫീമെയിൽ ഹോർമോണുണ്ട്. ഈ മെയിൽ ഹോർമോണും ഫീമെയിൽ ഹോർമോണും പ്രൊഡ്യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ്. ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നുള്ള സെക്രീഷൻ എവിടെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കും? ഫീമെയിലാണെങ്കിൽ ഓവറിയിൽ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഓവറി ഈസ്ട്രജൻ എന്ന് പറഞ്ഞ ഹോർമോണിനെ റിലീസ് ചെയ്യും. ഈ ഈസ്ട്രജൻ ഹോർമോണാണ് നമ്മളിൽ ഫീമെയിലിൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നത്. അതുപോലെ ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് മെയിലിൽ എവിടെ പോയി ആക്ടിവേറ്റ് ചെയ്യിക്കും? സ്റ്റിമുലേറ്റ് ചെയ്യിക്കും? ടെസ്റ്റിസിൽ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും. ടെസ്റ്റിസ് മെയിൽ ഹോർമോണായ ഈ ടെസ്റ്റോസ്റ്റിറോൺ റിലീസ് ചെയ്യുകയും ചെയ്യും. ഈ ടെസ്റ്റോസ്റ്റിറോൺ ആണ് മെയിലിൻ്റെ സെക്കൻഡറി ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. മെയിലിൻ്റെ സെക്കൻഡറി ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ്? സ്പേം പ്രൊഡക്ഷൻ നടക്കുക, പിന്നെ ഫേഷ്യൽ ഹെയർസ് ഗ്രോത്ത് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുക. ഇതൊക്കെയാണ് മെയിലിൻ്റെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഫീമെയിലിൻ്റെയോ ഈസ്ട്രജൻ പ്രൊഡ്യൂസ് ചെയ്തിട്ട് എന്തൊക്കെ ഉണ്ടാവും? ഫസ്റ്റ് മെനിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും അല്ലേ? ഫസ്റ്റ് മെനിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഈസ്ട്രജൻ. അതുപോലെ ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റിന് സഹായിക്കും. മനസ്സിലായില്ലേ? ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നതാണ് ആര്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഹോർമോൺ എല്ലാം ഈ രണ്ട്, അതായത് സെക്സ് ഹോർമോൺസ് കൺട്രോൾ നിയന്ത്രിക്കുന്നത്, ഈ സെക്സ് ഹോർമോൺസ് ആയ ഈസ്ട്രജനെയും ടെസ്റ്റോസ്റ്റിറോണെയും കൺട്രോൾ നിയന്ത്രിക്കുന്നതാണ് ആര്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നുള്ള സ്റ്റിമുലേഷനാണ് അനുസരിച്ചാണ് ഈ ഹോർമോൺസൊക്കെ റിലീസ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ എന്ന് ചോദിച്ചാൽ എന്തൊക്കെ എഴുതാം? ദേ പ്രൊഡ്യൂസ് ദ ഗ്യാമേറ്റ്സ്. ഏതൊക്കെയാണ് ഗ്യാമേറ്റ്സ്? ഓവ ആൻഡ് സ്പേം. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ. ഇൻ ഗേൾസ്, ബ്രസ്റ്റ് ബീയിങ് ടു ഡെവലപ്പ് അറ്റ് പ്യൂബർട്ടി ആൻഡ് ബോയ് ബിഗാൻ ടു ഗ്രോ ഫേഷ്യൽ ഹെയർ. These features
These features help to distinguish the male from the female. They are called secondary sexual characters. ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത് ഹോർമോൺസ് ആണ്. ഏതൊക്കെ? ഈസ്ട്രജൻ ആൻഡ് ടെസ്റ്റോസ്റ്റിറോൺ. മെയിൽ ഹോർമോൺ ഓർ ടെസ്റ്റോസ്റ്റിറോൺ, മെയിൽ ഹോർമോൺ ആണ് എന്ത്? ടെസ്റ്റോസ്റ്റിറോൺ. ബിഗൈൻസ് ടു ബി റിലീസ്ഡ് ബൈ ദ ടെസ്റ്റിസ്. എവിടെ നിന്നാണ് റിലീസ് ചെയ്യുന്നത്? ടെസ്റ്റിസിൽ നിന്നാണ്. ആരുടെ സ്റ്റിമുലേഷൻ മുഖേന? പിറ്റ്യൂട്ടറി ഗ്ലാൻസിന്റെ സ്റ്റിമുലേഷൻ കിട്ടിയിട്ടാണ് ടെസ്റ്റിസ് എന്ത് ചെയ്യുന്നത്? മെയിൽ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോൺ റിലീസ് ചെയ്യുന്നത്. ഓവറീസ് ബിഗൈൻസ് ടു പ്രൊഡ്യൂസ് ദ ഫീമെയിൽ ഹോർമോൺ ഓർ ഈസ്ട്രജൻ. The production of these hormone is under the control of another hormone secreted from an endocrine gland called pituitary gland. പറഞ്ഞില്ലേ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് വേറെ ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അത് LH, FSH. അത് നിങ്ങൾക്ക് പഠിക്കാനില്ല, അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പറയാത്തത്. ഈ ഹോർമോൺസ് ആണ് നമ്മുടെ ടെസ്റ്റിസിനെയും ഓവറിയെയും സ്റ്റിമുലേറ്റ് ചെയ്യിച്ചിട്ട് ഈ സെക്സ് ഹോർമോൺസ് റിലീസ് ചെയ്യാൻ സഹായിക്കുന്നത്. The hormones secreted by the pituitary stimulates testes and ovaries to produce their hormones. സെറ്റല്ലേ? ഇത്രയും വരെയും കാര്യങ്ങളെല്ലാം മനസ്സിലായില്ലേ? റോൾ ഓഫ് ഹോർമോൺസ് ഇൻ ഇനീഷ്യേറ്റിംഗ് റീപ്രൊഡക്റ്റീവ് ഫങ്ഷൻസ്. അതായത് ഹോർമോൺസിൻ്റെ എങ്ങനെയാണ്, എന്തൊക്കെ തരത്തിലാണ് നമ്മുടെ റീപ്രൊഡക്ഷനെ സഹായിക്കുന്നത്, ഏതൊക്കെ ഹോർമോൺ ഏതൊക്കെ രീതിയിലാണ് റീപ്രൊഡക്ഷനെ സഹായിക്കുന്നത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതിനു മുമ്പ് എന്താണ് ഹോർമോൺസ് എന്ന് പഠിക്കണം. എന്താണ് ഹോർമോൺസ്? ഹോർമോൺ എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. ഹോർമോൺസ് ആർ കെമിക്കൽ സബ്സ്റ്റൻസ്. നമ്മുടെ ശരീരത്തിൽ പ്രധാനമായിട്ടും 2 തരത്തിലുള്ളതാണ് ഗ്ലാൻസ് ഉള്ളത്. അവർ ബോഡി ഹാസ് 2 ടൈപ്പ് ഓഫ് ഗ്ലാൻസ്. ഏതൊക്കെയാണ്? നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാനില്ല കേട്ടോ അതിനെക്കുറിച്ച്, പക്ഷെ ഇത് പറയാതെ നിങ്ങൾക്ക് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല, അതുകൊണ്ടാണ്. എക്സോക്രൈൻ ഗ്ലാൻസും എൻഡോക്രൈൻ ഗ്ലാൻസും. എന്താണ് എൻഡോക്രൈൻ ഗ്ലാൻസ്, എന്താണ് എക്സോക്രൈൻ ഗ്ലാൻസ് എന്നാണ് പറയാൻ പോണേ. അതായത് ചില ഗ്ലാൻസുകൾ എന്തുണ്ടായിരിക്കും, അവരെ സെക്രീഷൻസ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡക്റ്റ് ഉണ്ടായിരിക്കും. ചില ഗ്ലാൻസിന് അതിൻ്റെ സെക്രീഷൻസ് എന്തായിരിക്കും, നേരിട്ട് ബ്ലഡിലേക്കായിരിക്കും അവർ സെക്രീറ്റ് ചെയ്യുക. ഇതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്നും എക്സോക്രൈൻ ഗ്ലാൻഡ് എന്നും തരംതിരിച്ചത്. എക്സോക്രൈൻ ഗ്ലാൻസിൽ എന്തുണ്ട്? ഡക്റ്റ് ഉണ്ട്. എക്സാമ്പിളായിട്ട് നമുക്ക് എന്തെന്ന് പറയാം, സലൈവറി ഗ്ലാൻഡ്, സ്വെറ്റ് ഗ്ലാൻഡ്, ഓയിൽ ഗ്ലാൻഡ്. ഇതൊക്കെ എന്താണ്, അവരെ സെക്രീഷൻസിന് എന്തുണ്ട്, സെക്രീറ്റ് ചെയ്യുന്നത് ഒരു ഡക്റ്റ് വഴിയാണ്. അതേ സ്ഥാനത്ത് എൻഡോക്രൈൻ ഗ്ലാൻസ് അവരെ സെക്രീഷൻസ്, അതായത് ഹോർമോൺസ് നേരിട്ട് ബ്ലഡിലേക്കാണ് കൊടുക്കുന്നത്. അവർക്ക് എന്തില്ല, ഡക്റ്റ് ഇല്ല. അതുകൊണ്ട് അതിന് ഡക്റ്റ്ലെസ് ഗ്ലാൻസ് എന്ന് പറയും. അതിനെയാണ് നമ്മൾ എൻഡോക്രൈൻ ഗ്ലാൻസ് ഓർ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയാം. ഈ എൻഡോക്രൈൻ ഗ്ലാൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണെന്ത്, ഈ ഹോർമോൺസ്. ഈ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പല ഹോർമോൺസുകളുണ്ട്. ആ ഗ്ലാൻസുകളാണ് ഈ എൻഡോക്രൈൻ ഗ്ലാൻസിൽ വരുന്ന ഗ്ലാൻസ് ആണ് തൈറോയ്ഡ് ഗ്ലാൻഡ്, അഡ്രിനൽ ഗ്ലാൻഡ്, പാൻക്രിയാസ്, പിറ്റ്യൂട്ടറി. അതിൽ ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻസ് ആണ് എന്ത്, നമ്മളുടെ LH, FSH എന്ന് പറഞ്ഞ ഹോർമോൺസ് റിലീസ് ചെയ്യുന്നത്. ഈ ഹോർമോൺസ് സ്റ്റിമുലേറ്റ് ചെയ്യും എവിടെ, ഗൊണാഡ്സ്, അതായത് ടെസ്റ്റിസിനെയും ഓവറിയെയും എന്ത് ചെയ്യും, സ്റ്റിമുലേറ്റ് ചെയ്യും. ആ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആ ഏരിയ, ഇപ്പോൾ ടെസ്റ്റിസിൻ്റെ ഏരിയ ഉണ്ടാവില്ലേ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന, ആ ഏരിയയാണ് നമ്മൾ എന്തെന്ന് പറയാം, ടാർജറ്റ് സൈറ്റ് എന്ന് പറയാം. എൻഡോക്രൈൻ ഗ്ലാൻസ് റിലീസ് ഹോർമോൺസ് ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം ടു റീച്ച് എ പെർട്ടിക്കുലർ ബോഡി പാർട്ട് കോൾഡ് ടാർജറ്റ് സെൽ. നമ്മൾ പറഞ്ഞു എൻഡോക്രൈൻ ഗ്ലാൻസിന് എന്തില്ല, ഡക്റ്റില്ല. അത് നേരിട്ട് ബ്ലഡിലേക്കാണ് അതിൻ്റെ ഹോർമോൺസിനെ റിലീസ് ചെയ്യുക. എന്നിട്ട് ഈ ബ്ലഡിൽ കൂടി ഇത് ചെന്നിട്ട് ഏത് ഭാഗത്താണോ ഈ ഹോർമോൺസ് സ്റ്റിമുലേറ്റ് ചെയ്യേണ്ടത് ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ, ആ ഒരു ഭാഗത്തിനായിട്ട് മാത്രമേ ഇതിന് എന്ത് നടക്കുള്ളൂ, സ്റ്റിമുലേഷൻ സാധിക്കത്തുള്ളൂ കേട്ടോ. അതിൻ്റേതായ കുറേ പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ട്. അത് വലിയ വലിയ ക്ലാസ്സിലെത്തുമ്പോൾ നിങ്ങൾ പഠിച്ചാൽ മതി. ഇപ്പം ഇങ്ങനെ മാത്രം പഠിക്കുക. അവിടെ ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിലേക്ക് മാത്രമേ ആ ഹോർമോണിന് സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഒരു സ്റ്റിമുലേറ്റ് ചെയ്യുന്ന, അതായത് ബ്ലഡ് സ്ട്രീമിൽ കൂടെ ഹോർമോൺസ് ചെന്നിട്ട് ആ ഒരു പെർട്ടിക്കുലർ ബോഡി പാർട്സിനെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യില്ലേ, ആ ഒരു ഭാഗത്തെയാണ് ടാർജറ്റ് സെൽ എന്ന് പറയാം, ടാർജറ്റ് സൈറ്റ് എന്ന് പറയാം. ഇറ്റ് റെസ്പോൺസ് ടു ഹോർമോൺ. അത് ഹോർമോണിനോട് എന്തായിരിക്കും, റെസ്പോൺസ് ചെയ്യും. അഡോളസൻസ് എന്ന് പറഞ്ഞ ഒരു പീരീഡ് ഓഫ് ലൈഫാണ്. വെൻ ബോഡി അണ്ടർഗോസ് ചേഞ്ചസ് ലീഡ് ടു റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി. നമ്മൾ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള മെച്യൂരിറ്റിക്ക് നടക്കുന്ന ആ ഒരു ടൈമാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, അഡോളസൻസ് എന്ന് പറയുക. അഡോളസൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 11 വയസ്സ് തൊട്ട് 18 to 19 വയസ്സ് വരെയുള്ള പീരീഡിനെയാണ് നമ്മൾ അഡോളസൻസ് എന്ന് പറയുക. അതിനെ നമ്മൾ പിന്നെ മറ്റൊരു പേര് കൂടി പറയും, ടീനേജ് എന്നും കൂടിയും പറയും.
പ്യൂബർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ അഡോളസൻസ് ടൈമിൽ ഉണ്ടാവുന്ന ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, പ്യൂബർട്ടി എന്ന് പറയുക. ഒരുപാട് മാർക്കബിളായ ചേഞ്ചസ് ഉണ്ടായിരിക്കും അല്ലെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോയ്സും ഗേൾസും എന്തായിരിക്കും, കേപ്പബിൾ ഫോർ റീപ്രൊഡക്ഷൻ ആയിരിക്കും, റീപ്രൊഡക്ഷന് കേപ്പബിൾ ആയിരിക്കും. പ്യൂബർട്ടി എൻഡ് ചെയ്യുന്നത് എന്താണ്, അഡോളസൻസ് എപ്പോഴാണോ റീപ്രൊഡക്ഷൻ മെച്യൂരിറ്റി ആവുന്നത് അപ്പോൾ പ്യൂബർട്ടി അവസാനിക്കും. ഈ പ്യൂബർട്ടിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് എന്ത്, ഇൻക്രീസ് ഇൻ ഹൈറ്റ്. നമ്മൾ ആ ടൈമിൽ അഡോളസൻസ് ടൈമിൽ നമ്മളെ ഹൈറ്റ് എന്തെങ്കിലും പെട്ടെന്ന് അങ്ങോട്ട് ഇൻക്രീസ് ആവും. ചേഞ്ച് ഇൻ ബോഡി ഷേപ്പ്, ബോഡിയുടെ ഷേപ്പിൽ വളരെയധികം മെയിലും ഫീമെയിലും നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്ത് കാണാൻ പറ്റും അല്ലേ. ബോഡി ഷേപ്പിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ടാകും. പിന്നെ എന്താണ്, വോയിസ് ചേഞ്ച് നടക്കും. വോയിസ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ വോയിസ് ബോക്സ് അഥവാ ലാരിങ്സിന് എന്ത് ചെയ്യും, ഡെവലപ്മെൻറ്റ്സ് നടക്കും. ആ ഒരു ഡെവലപ്മെൻറ്റ്സ് നടക്കുമ്പോൾ ആൺകുട്ടികളിൽ ബോയ്സിൽ എന്ത് ചെയ്യും, ഇത് പുറത്തേക്ക് തള്ളി, തൊണ്ടര ഭാഗത്ത് പുറത്തേക്ക് തള്ളി നമുക്ക് കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ ആദംസ് ആപ്പിൾ എന്ന് പറയാം. അറ്റ് പ്യൂബർട്ടി ദ വോയിസ് ബോക്സ് ബിഗൻസ് ടു ഗ്രോ. ബോയ്സ് ഡെവലപ്പ് ലാർജ് വോയിസ് ബോക്സ്. ദ ഗ്രോയിങ് വോയിസ് ബോക്സ് ഇൻ ബോയ് ക്യാൻ ബി സീൻ ആസ് എ പ്രൊട്രൂഡിംഗ് പാർട്ട് ഓഫ് ദ ത്രോട്ട് കോൾഡ് ആദംസ് ആപ്പിൾ. ഇൻക്രീസ്ഡ് ആക്ടിവിറ്റി ഓഫ് സെറ്റ് ആൻഡ് സെബേഷ്യസ് ഗ്ലാൻഡ്, അതായത് ഓയിൽ ഗ്ലാൻഡ്സിൻ്റെയും സെറ്റ് ഗ്ലാൻഡിൻ്റെയും എന്ത് ചെയ്യും, സെക്രീഷൻസ് കൂടും. ഡെവലപ്മെൻറ്റ് ഓഫ് സെക്സ് ഓർഗൻസ് അല്ലേ, മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്യും. അതിൻ്റെ ഗ്യാമേറ്റ്സുകളൊക്കെ റിലീസ് ചെയ്യാൻ മാത്രം പാകത്തിന് അത് വളർച്ച പ്രാപിക്കുകയും ചെയ്യും, മെച്യൂരിറ്റി പ്രാപിക്കുകയും ചെയ്യും. റീച്ച് മെൻ്റൽ, ഇൻ്റലക്ച്വൽ ആൻഡ് ഇമോഷണൽ മെച്യൂരിറ്റി. പിന്നെയാണ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് നമ്മൾ പറയണത്. എന്തൊക്കെ മാറ്റങ്ങളാണ് നടക്കുക, ദ പ്രൊഡ്യൂസ് ഗ്യാമേറ്റ്സ് ഇൻ ഗേൾസ് ബ്രസ്റ്റ് ബിഗാൻസ് ടു ഡെവലപ്പ് അറ്റ് പ്യൂബർട്ടി ആൻഡ് ബോയ് ബിഗാൻസ് ടു ഗ്രോ ഫേഷ്യൽ ഹെയർസ്. ദീസ് ഫീച്ചേഴ്സ് ഹെൽപ്പ് ടു ഡിസ്റ്റിങ്വിഷ് ദ മെയിൽ ഫ്രം ദ ഫീമെയിൽ. ദേ ആർ കോൾഡ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ. പെറ്റ്യൂട്ടറി ഗ്ലാൻഡ്സിൻ്റെ സെക്രീഷൻസ് എന്ത് ചെയ്യും, മെയിൽ ഹോർമോണിനെ റിലീസ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ ഫീമെയിൽസിലെ ഓവറിയെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഫീമെയിൽ ഹോർമോണായ ഈസ്ട്രജൻ പ്രൊഡ്യൂസ് ചെയ്യാനും സഹായിക്കും. ഇതൊക്കെ നടക്കുന്ന സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ ടൈമിലാണ്. മെയിൽ ഹോർമോൺ ആണ് എന്ത്, ടെസ്റ്റോസ്റ്റിറോൺ ബിഗാൻസ് ടു റിലീസ് ബൈ ദ, എവിടെ നിന്നാണ് റിലീസ് ചെയ്യുന്നത്, ടെസ്റ്റിസ്. ഓവറി ബിഗാൻസ് ടു പ്രൊഡ്യൂസ് ദ ഫീമെയിൽ ഹോർമോൺ ഓർ ഈസ്ട്രജൻ. The production of these hormones is under the control of other hormones secreted from an endocrine gland called pituitary gland. ഒരു endocrine gland ആണ് എന്ത്, pituitary gland. ഈ pituitary gland റിലീസ് ചെയ്യുന്ന ഹോർമോൺസ് എവിടെ പോയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും, മെയിലിലാണെങ്കിൽ ടെസ്റ്റിസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ടെസ്റ്റോസ്റ്റിറോണും, ഫീമെയിലിലാണെങ്കിൽ ഓവറിയെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഈസ്ട്രജന് റിലീസ് ചെയ്യാൻ സഹായിക്കും. ഈ ഈസ്ട്രജൻ ആണ് ഫസ്റ്റ് മെനിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ സഹായിക്കാം. മനസ്സിലായില്ലേ. ദ ഹോർമോൺ സെക്രീറ്റഡ് ബൈ ദ പിറ്റ്യൂട്ടറി സ്റ്റിമുലേറ്റ് ടെസ്റ്റിസ് ആൻഡ് ഓവറി ടു പ്രൊഡ്യൂസ് ദെയർ ഹോർമോൺസ്. അതുപോലെ നമ്മൾ പറഞ്ഞു എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്താണ്, ഡക്റ്റിലസ് ഗ്ലാൻഡ്സ് ആണ്. ഇതെവിടേക്കാണ് റിലീസ് ചെയ്യുന്ന ഹോർമോൺസിനെ, ബ്ലഡ് സ്ട്രീമിലേക്കാണ് റിലീസ് ചെയ്യുന്നത്. അത് അതിൻ്റേതായ ഭാഗത്ത് പോയിട്ട് എന്താ, ഇപ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഏതിന് റിലീസ് ചെയ്തു, LH-FSH എന്ന് പറഞ്ഞ ഹോർമോൺസ് റിലീസ് ചെയ്തു. ഇതെന്തിനെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുക, ഗൊണാഡ്സിനെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുക. അപ്പോൾ മെയിലിലാണെങ്കിൽ ടെസ്റ്റിസിൻ്റെ അവിടെ പോയിട്ട് എന്ത് ചെയ്യും, സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ അതേ ഒരു പെർട്ടിക്കുലർ പാർട്സ് ഉണ്ടാവും അല്ലേ സ്റ്റിമുലേറ്റ് ചെയ്യണം. ആ ഒരു പെർട്ടിക്കുലർ പാർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ടാർഗറ്റ് സൈറ്റ് എന്ന് പറയുക. അതായത് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് റിലീസസ് ഹോർമോൺസ് ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം ടു റീച്ച് ദ പെർട്ടിക്കുലർ ബോഡി പാർട്ട് called target site. The testis and ovary secrete sex hormones. ആരാണ് സെക്സ് ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നത്, ടെസ്റ്റിസും ഓവറീസാണ്. ഏതൊക്കെയാണ് സെക്സ് ഹോർമോൺസ്, ഈസ്ട്രജനും ടെസ്റ്റോസ്റ്റിറോണും. ഈസ്ട്രജൻ ഫീമെയിലിൻ്റെയാണ്, ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റിനും മെനിസ്ട്രേഷനൊക്കെ ഫസ്റ്റ് മെനിസ്ട്രേഷന് സഹായിക്കുന്നത് ഈസ്ട്രജൻ ആണ്. പിന്നെ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, മെയിൽ ഹോർമോണാണ്. അതാണ് നമ്മുടെ ഫേഷ്യൽ ഹെയർ ഗ്രോത്തിനൊക്കെ സഹായിക്കുന്നത്. സ്പേം ഡെവലപ്മെൻറ്റിന്, സ്പേം പ്രൊഡക്ഷന് വരെ സഹായിക്കുന്നത് ആരാണ്, ടെസ്റ്റോസ്റ്റിറോൺ ആണ് കേട്ടോ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ് ഈ ഹോർമോൺസിൻ്റെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ സെറ്റല്ലേ, ഇനി മറക്കൂലല്ലോ. അതുപോലെ പെൺകുട്ടികളിൽ, ഗേൾസിൽ എന്താണ്, നമ്മുടെ ഫസ്റ്റ് മെനിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുക ഈ പ്യൂബർട്ടി ടൈമിൽ, അതായത് ഈ അഡോളസൻസ് ടൈമിലാണ്. 10 അല്ലെങ്കിൽ 18 വയസ്സിനുള്ളിൽ അവരെന്താവും, മെനിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അത് അവസാനിക്കുന്നത് എപ്പോഴായിരിക്കും, എത്ര നാൾ വരെ ഉണ്ടാവും എന്ന് വെച്ചാൽ 45-50 വയസ്സ് വരെയും ഈ മെനിസ്ട്രേഷൻ ഫീമെയിൽസിൽ ഉണ്ടായിരിക്കും. അത് സ്റ്റോപ്പ് ചെയ്യുന്ന ടൈമിന്, മെനിസ്ട്രേഷൻ ഇല്ലാതെ സ്റ്റോപ്പ് ചെയ്യില്ല, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, മെനുപോസ് എന്ന് പറയാം. ഈ ഒരു മെനിസ്ട്രേഷൻ സൈക്കിൾ സ്റ്റോപ്പേജ്
ഓഫ് മെൻസ്ട്രേഷൻ ഈസ് ടേംഡ് മെനോപോസ്.